പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാവുക എന്ന ലക്ഷ്യത്തിലൂന്നി മർകസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് മർകസ് സോളാർ പദ്ധതി. പുനരുപയോഗ ഊർജ്ജമായ സൗരോർജ്ജത്തിലൂടെ പ്രകൃതി സൗഹൃദപരമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തമാവുകയാണ് മർകസിൽ സോളാർ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒന്നാം ഘട്ടം സംവിധാനിച്ച 50 കിലോവാട്ട് പവർ ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് ഒരു ദിവസം പരമാവധി 200 യൂണിറ്റ് വൈദ്യുതിയാണ് മർകസിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിലൂടെ വൈദ്യുതി ചാർജ് ഇനത്തിൽ പ്രതിമാസം 50,000 മുതൽ 60,000 രൂപ വരെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. മർകസ് UAE ചാപ്റ്ററിൻ്റെ സഹായത്തോടെയാണ് ഒന്നാം ഘട്ടം പൂർത്തിയായത്. ദിനംപ്രതി ആയിരക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ആവശ്യമായ മർകസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അടുത്ത ഘട്ടങ്ങൾ കൂടി സാധ്യമാകേണ്ടതുണ്ട്. ഇതുവഴി സ്വയം പര്യാപ്തത കൈവരിച്ച് വിദ്യാഭ്യാസ സേവന രംഗത്ത് പുതിയ ചുവടുകൾ വെക്കാൻ മർകസിന് സാധിക്കും. സ്വയം പര്യാപ്തമാകുന്ന പദ്ധതികളുടെ ഭാഗമായി ഹരിതവൽക്കരണത്തിൻ്റെ കൂടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സമ്പൂർണമായ സോളാർ എനർജി സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തു. അൽഹംദുലില്ലാ ആവശ്യത്തിൻ്റെ 5% അതിലൂടെ പൂർത്തിയാകുന്നുണ്ട്. 25 ലക്ഷം രൂപ ചെലവാക്കി നടപ്പിലാക്കിയ ഈ പദ്ധതി 5 വർഷം കൊണ്ട് നാം ഇപ്പോൾ വൈദ്യുതി ബില്ലടക്കുന്നത് പരിഹരിക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ളത് പൂർണ്ണമായും സൗജന്യമായി തീരുകയും ചെയ്യും. അടുത്ത ഘട്ടം 125 കിലോവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി ജാമിയ മർകസിന്റെ കെട്ടിടങ്ങളുടെ ഉപരിതലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 65 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇൻഷാ അല്ലാഹ് 1000 കിലോവാട്ട് ഉൽപാദനത്തിലേക്ക് നാം എത്തിച്ചേർന്നാൽ 5 കോടി രൂപ അതിന് ചെലവ് വരും. പക്ഷെ ഇപ്പോൾ വൈദ്യുതിക്ക് ചെലവായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിൽ 90 ലക്ഷം മുതൽ 1 കോടി വരെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മർകസ്. അപ്പോ 5 കോടി മുതൽ മുടക്കിലൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ സംഖ്യ മുതലാകും. ഈ പാനലുകൾ ചുരുങ്ങിയത് 25 വർഷം നിലനിൽക്കുന്ന ഗ്യാരണ്ടിയുള്ള പാനലുകളാണ്. മർകസ് നോളജ് സിറ്റിയിലെ ഹോഗർ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് HTI എന്ന് പറയുന്ന നമ്മുടെ സംരംഭം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മസ്ജിദുകൾക്കും അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ തരത്തിലുള്ള ഒരു പദ്ധതി വളരെ ഉപകാരപ്രദമായിരിക്കും. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിന്റെ UN-ന്റെയും സസ്റ്റൈനബിൾ ഗോള് അച്ചീവ് ചെയ്യുന്നതിലേക്കും എല്ലാം ഇത് മുതൽക്കൂട്ടായിത്തീരും. എവിടെയും എത്ര അളവിലും ഇത് ചെയ്യാനുള്ള ക്രയശേഷിയും സാങ്കേതിക വിദ്യയും നോളജ് സിറ്റിയിലെ HTIയുടെ കയ്യിലുണ്ട് എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. 200 കിലോവാട്ട് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഓരോ ദിവസവും ഓരോ സമയവും എത്ര ഉൽപ്പാദിപ്പിക്കുന്നു എന്ന ആപ്പ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തികച്ചും പ്രൂവൺ ആയിട്ടുള്ള സോളാർ രംഗം എന്ന് പറയുമ്പോൾ ഒരുപാട് ഭീതിയും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്ന ഒന്ന് നമ്മൾ തന്നെ അതിലേക്ക് കടന്നു വന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്തി പൂർണ്ണമായും ബോധ്യപ്പെട്ട് ഇപ്പോൾ വിജയപ്രദമായി ഈ പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തിയാക്കുകയും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയുമാണ്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഇനിയും വെളിച്ചം നൽകുക എന്ന് പറയുന്ന ഈ വലിയൊരു പദ്ധതി ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. സൗരോർജത്തിൽ നിന്ന് എനർജി എടുക്കുകയും അതുവഴി സോളാർ പ്രൊജക്റ്റുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇന്ന് കേരളത്തിൽ നാം കണ്ടുവരുന്നത്. മർകസ് സഖാഫത്ത് സുന്നിയയുടെ
സ്ഥാപനങ്ങളിൽ ഇപ്പോഴും വലിയ വിദ്യുച്ഛക്തി ബില്ലാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സോളാർ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ ആദ്യം കുറേ ക്യാഷ് മുടക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദുബൈയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. മർക്കസിലെ ഏറ്റവും പുതിയ കെട്ടിടമായ ദീവാൻ ബ്ലോക്ക് പൂർണ്ണമായി സോളാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ചെലവ് കുറവ് മർക്കസിന് ലഭിക്കുകയാണ്. അല്ലാഹു തആല ഇതിൽ സഹകരിച്ച എല്ലാവർക്കും വലിയ ബർക്കത്തുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ശരീഅത്ത് കോളേജ്, ഹിഫ്ദുൽ ഖുർആൻ, മറ്റെല്ലാ സ്ഥാപനങ്ങളും ഈ രീതിയിൽ സോളാർ ചെയ്യാൻ ഉള്ള പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്നും എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. മർക്കസ് കാരന്തൂർ ക്ലീൻ എനർജിയുടെ പാർട്ടായിരിക്കുകയാണ്. 50 കിലോവാട്ട് ഉൽപ്പാദനശേഷിയുള്ള സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം മർക്കസ് നോളജ് സിറ്റിയിലെ ഹോഗൽ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് LLP മർക്കസിൽ ഇൻസ്റ്റാൾ ആൻഡ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പവർ പ്ലാന്റ് കൊണ്ട് തന്നെ ദിനേന 200 മുതൽ 220 യൂണിറ്റ് വരെ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ മാസത്തിലും 60,000 to 70,000 വരെ കറണ്ട് ബില്ലിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. മർക്കസിൻ്റെ ക്ലീൻ എനർജി വിഷനിലേക്കുള്ള വലിയൊരു കാൽവെപ്പ് തന്നെയായിരിക്കും ഈ ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഫേസ് 1 ഇൻസ്റ്റാളേഷനാണ് കഴിഞ്ഞത്. തുടർന്നും വളരെ വലിയ പവർ പ്ലാന്റിലേക്ക് മർക്കസ് മുന്നേറുന്നതാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മർക്കസിൻ്റെ ഓരോ പദ്ധതികളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സോളാർ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഉള്ള ഏറ്റെടുത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. ഏറ്റെടുത്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും സലാമത്തും ഏറ്റിക്കൊടുക്കട്ടെ. അവർ ജോലിയിലും മറ്റു കുടുംബത്തിലുമെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ബർക്കത്ത് ഒന്നായിട്ട് നമ്മൾ സോളാറാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ പള്ളീൻ്റെ ഭാഗവും ദീവാൻ്റെ ഭാഗവും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പൂർത്തിയാക്കി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്തും തൗഫീഖും തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.